ഇപ്പോൾ ചില ആൾക്കാർ യോഗയെക്കുറിച്ച് ചില ആൾക്കാർ അത് തന്നെ മണ്ടത്തരാന്ന് വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഇന്ത്യൻ യോഗീസ്, ഇന്ത്യയിലെ സന്യാസിമാർ 100-150 വർഷം ആൾക്കാർ ജീവിച്ചിരുന്നിട്ടുണ്ട്. അപ്പം നമ്മൾ കള്ളുഷാപ്പൊക്കെ നടത്തുന്നവർ പറയാറുള്ളൊരു എക്സാമ്പിളുണ്ട്. ആ നാട്ടിലെ എന്ത് പണി ചെയ്ത് കഴിഞ്ഞാലും അതിന് വരുമാനം എനിക്കാണ്, അല്ലെങ്കിൽ എൻ്റെ വരും വൈകുന്നേരം. കാരണം അവിടെ പണിയെടുക്കുന്ന ആൾക്കാർ മുഴുവനും ആ ലിക്കർ ഷോപ്പിൽ വൈകുന്നേരം ആ പൈസ കൊണ്ട് ചിലവാക്കും എന്നുള്ളതിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണ് അത് പറയുന്നത്. കാരണം മനുഷ്യൻ അധ്വാനിക്കുന്നത് മുഴുവനും ബെനിഫിറ്റ് കിട്ടുന്നത് അവർക്കാണ് എന്ന് ഒരു കാലത്ത് പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്ന് പറയുന്ന പോലെ ഇന്ന് ഒരുപക്ഷെ അങ്ങനെ പറയുകയാണെങ്കിൽ കൂടുതൽ ആൾക്കാരും ജീവിതകാലം മുഴുവൻ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസ ഒരുപക്ഷെ ഏറ്റവും പ്രയോജനമുള്ളത് ആശുപത്രികൾക്കാണ് എന്ന് നമുക്ക് പലപ്പോഴും തോന്നാറുണ്ട്. കാരണം ജീവിതകാലം മുഴുവൻ കഷ്ടപ്പെട്ട് ഒരാളുടെ മനുഷ്യായുസം മുഴുവൻ കഷ്ടപ്പെട്ടാൽ ഒരാൾക്ക് ഉണ്ടാക്കാവുന്ന സേവ് ചെയ്യാവുന്ന എമൗണ്ടൊക്കെ ഒറ്റ ദിവസം കൊണ്ട് 2 ദിവസം കൊണ്ട് ഒരു ഹോസ്പിറ്റലിൽ കൊടുക്കുകയും അതിനുശേഷം അത് മുഴുവനും വൃഥാവിലാവുന്ന കാഴ്ചകൾ നമ്മൾ ഇഷ്ടംപോലെ അതിൻ്റെ പേരിൽ കടക്കണിയിലാവുകയും ആൾ നഷ്ടപ്പെടുകയും കൂടെ ചെയ്യുന്ന അവസ്ഥ നമ്മൾ ദിവസവും നിത്യേന കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ വെളിച്ചത്തിലാണ് ഞാനിന്ന് സംസാരിക്കുന്നത്. ഏകദേശം ഒരാൾ ഒരു 60 ലക്ഷം രൂപയോളം റീസെൻ്റ് ആയിട്ട് തന്നെ ചിലവാക്കിയതിന് ശേഷം പൈസയും നഷ്ടപ്പെട്ടു, ആളും പോയി. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ജീവിതകാലം മുഴുവൻ അദ്ദേഹം അധ്വാനിച്ചിട്ടുണ്ടാക്കിയ പൈസ ആയിരിക്കാം അത്രയും രൂപ എന്ന് പറയുന്ന ദിവസവും നമ്മളിങ്ങനത്തെ കാഴ്ചകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നമുക്ക് ഇതിനകത്ത് എന്താണ് ഫോളോ ചെയ്യാവുന്നത്, എന്താണ് ഫോളോ ചെയ്യാൻ പാടില്ല, അല്ലെ ഏത് ഒരു അസുഖം വരാതിരിക്കാൻ എന്താണ് മാർഗം, അത് വന്നാൽ തന്നെ ഏത് ചികിത്സയാണ് നമ്മൾ ചെയ്യേണ്ടത്, ഇതിനെക്കുറിച്ച് പബ്ലിക്കിന് പൊതുവെ ഒരു വ്യക്തത കുറവുണ്ട്. നമുക്ക് എല്ലാവർക്കും തന്നെയുണ്ട്. മോഡേൺ മെഡിസിൻ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നവർ മുഴുവനും ബാക്കി ചികിത്സാ രീതികളെ മുഴുവൻ അശാസ്ത്രീയമാണ് എന്നാണ് ഒരുപക്ഷെ നമ്മൾ കൂടുതൽ ആൾക്കാർ കേട്ടോ, വളരെ ചുരുക്കം ആൾക്കാർ മാത്രമേ അതല്ലാത്ത ഒരു അഭിപ്രായം കേൾക്കാറുള്ളൂ. കൂടുതൽ ആൾക്കാരും പൊതുവെ ബാക്കിയെല്ലാം അശാസ്ത്രീയമാണ്, അത് ചികിത്സിക്കാൻ പാടില്ല. പബ്ലിക്കിനിടയിലും അങ്ങനെ തന്നെ ശക്തമായിട്ട് ബാധിക്കുന്നവർ ധാരാളം പേരുണ്ട്. ഇതുപോലെ തന്നെ ബാക്കി ആയുർവേദം, അല്ലെ ഹോമിയോപ്പതി, സിദ്ധ, അല്ലെ ഇതുപോലത്തെ മറ്റ് പല ചികിത്സാ രീതികളും ഉണ്ട്. അതിനകത്തുള്ള ഒരു പൊതുവെ ഈ മോഡേൺ മെഡിസിനെ വളരെ ശക്തമായിട്ട് നിശ്ചിതമായിട്ട് വിമർശിക്കുന്ന കാണാൻ പറ്റും. ഒരു ഹെൽത്ത് മാനേജ്മെന്റ് എന്ന് പറയുന്ന പരിപാടി അവർ തീരെ കുറവാണ് എന്നാണ് പൊതുവെ ഈ കാറ്റഗറി ആൾക്കാർ പറയുന്നത്. ഈ 2 വിഭാഗ ആൾക്കാരും പല ചേരിയിൽ നിന്ന് യുദ്ധം ചെയ്യുന്നൊരു കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് പലരും ഇന്ത്യയും പാകിസ്ഥാനും ചൈനയും എന്നൊക്കെ പറയുന്ന പോലെ, അല്ലെ മതങ്ങൾ സംഭവിക്കുന്ന പോലെ തന്നെ മതങ്ങൾ ഓരോ മതവിശ്വാസം ഒരു പുസ്തകം വായിച്ചിട്ട്, അല്ലെ ഒരു മഹത് ഗ്രന്ഥം വായിച്ചതിന് ശേഷം അത് മനസ്സിലാക്കിയതിന് ശേഷം ബാക്കി ഒന്നും ശരിയല്ല, ഇതിനകത്ത് മാത്രം പറയുന്നത് മാത്രമാണ് ശരി എന്ന് പറയുകയും ബാക്കിയുള്ളവരെല്ലാം വെറുക്കണം, ബാക്കിയുള്ളവരൊന്നും ഫോളോ ചെയ്യുന്നതല്ല, അവരൊന്നും ദൈവത്തിൻ്റെ അല്ലെ സ്വർഗത്തിലെത്തുകയില്ല, അവരെ നരകത്തിലേ എത്തുകയുള്ളൂ, അല്ലെങ്കിൽ അവർ ശരിയായ രീതിയിലല്ല, ടോട്ടലി തെറ്റായിട്ടാണെന്ന് വിശ്വസിക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന പോലെ തന്നെ ചികിത്സാ മേഖലയിലും അത് തന്നെ നടക്കുന്നുണ്ടെന്ന് പലപ്പോഴും തോന്നാറുണ്ട്. കാരണം ഏതെങ്കിലും ചികിത്സാ രീതിയിൽ മാസ്റ്റർ ചെയ്തിട്ടുള്ള ആൾക്കാർ പൊതുവെ മറ്റുള്ളതിനെ നിശ്ചിതമായിട്ട് വിമർശിക്കുകയും മറ്റുള്ളതെല്ലാം തെറ്റാണ്, ഞങ്ങളുടെ മാത്രമാണ് ശരി, അല്ലാത്തതെല്ലാം തെറ്റാണ് എന്ന് വാദിക്കുകയും ചെയ്യുന്ന കാഴ്ച കാണുന്നതിനിടയിൽ ഇതൊന്നും മനുഷ്യരെ സംബന്ധിച്ച് വലിയ കാര്യമില്ല. കാരണം ഒരു സാധാരണ ഒരാളെ സംബന്ധിച്ച് ഏറ്റവും കുറഞ്ഞ ചെലവിൽ അവർക്ക് അസുഖം മാറുക, അല്ലെ ആരോഗ്യത്തോടെ ജീവിക്കുക എന്നുള്ളതാണ് ആവശ്യം. അത് ഇന്ത്യയാണോ പാകിസ്ഥാനാണോ ചൈനയാണോ എന്ന് പറഞ്ഞ് നിൽക്കുന്നതിന്, അല്ലെങ്കിൽ ഏത് മതമാണേലും ഞാൻ മനസ്സിലാക്കിയിടത്തോളം മനുഷ്യ നന്മയ്ക്ക് വേണ്ടി ആയിരിക്കാം ഒരുപക്ഷെ അന്നത്തെ കാലഘട്ടത്തിൽ അത് ഉണ്ടാക്കിയതായിരിക്കാം. പക്ഷേ ഇതെല്ലാം പലപ്പോഴും സംഭവിക്കുന്ന തീവ്രവാദികളെ ഉണ്ടാക്കലാണ് എന്ന് പലപ്പോഴും നമുക്ക് തോന്നാറുണ്ട്. ചികിത്സയിലും അത് തന്നെയാണ് നടക്കുന്നത്. തീവ്രവാദം ദോഷമേ ചെയ്യുള്ളൂ, അത് അവർക്കും സമൂഹത്തിനും ദോഷമേ ചെയ്യുള്ളൂ എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്ന് പറയുന്ന പോലെ തന്നെ ആരോഗ്യരംഗത്തും നടന്നുകൊണ്ടിരിക്കുന്നത് പലതും അത് തന്നെയാണോ എന്ന് നമുക്ക് പലപ്പോഴും തോന്നാറുണ്ട്. ഏതെങ്കിലും ഒരു വിഭാഗം അല്ലെങ്കിൽ ഒരു ചികിത്സാ രീതി മനസ്സിലാക്കിയിട്ടുള്ള ആൾക്കാർ ബാക്കിയുള്ളവരെ മുഴുവനും അടച്ചാക്ഷേപിക്കുകയും മറ്റുള്ള അടുത്ത് വരുന്ന ഓരോ ഫെയിലിയറിനെയും ഉയർത്തി കാണിക്കുകയും, എന്നാൽ എൻ്റെ ഒരു അനുഭവത്തിൽ നേരെ എല്ലാ വിഭാഗത്തിലുള്ള ആൾക്കാരും ഒന്ന് ഫെയിലായതിനു ശേഷം വേറൊരു വിഭാഗത്തിൽ പോയി രക്ഷപ്പെട്ടവരുണ്ട്, തിരിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അത് പറയാനുണ്ടാകും. പക്ഷേ ഇത് പലപ്പോഴും ഏതെങ്കിലും ഒരു വിഭാഗത്തിന് ഒരു ചികിത്സയിൽ കൊണ്ട് റിസൾട്ട് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ മറുവിഭാഗക്കാർ അത് ആഘോഷിക്കുന്നത് കാണാൻ പറ്റും, തിരിച്ചുകൊണ്ട്. ഈ ഒരു ബഹളത്തിനകത്ത് ഒരു സാധാരണ ഒരാൾ കൺഫ്യൂസ്ഡാണ്. ചില ആൾക്കാർ ഒരു വിഭാഗത്തിൻ്റെ കൂടെ കൂടുന്നു, ചില ആൾക്കാർ മറുവിഭാഗത്തിൻ്റെ കൂടെ കൂടുന്നു, ചില ആൾക്കാർ ഇതിനെ എല്ലാത്തിനെയും സംശയത്തോടെ കാണുന്നു, എല്ലാവരും ചൂഷണമാണെന്ന് വിശ്വസിക്കുന്നു. ഇതിനിടെ ധാരാളം ചൂഷണം നടക്കുന്നുണ്ട് ഇതിനകത്ത്. അപ്പോൾ ഇത് ഏതാണ് ശരി ഏതാണ് തെറ്റെന്ന് മനസ്സിലാക്കാനായിട്ടൊരു ബുദ്ധിമുട്ടുള്ളൊരു കാലഘട്ടത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം വളരെ ചുരുക്കം ആൾക്കാർ മാത്രമാണ് ഇൻ്റഗ്രേറ്റഡ് ട്രീറ്റ്മെൻറ്റ് നടത്തുന്നത്. അതായത് ഇതിനെല്ലാം ഞാൻ വിശ്വസിക്കുന്നത് എല്ലാ വിഭാഗക്കാർക്കും പലപ്പോഴും റിസൾട്ടുകളും അവർക്ക് സ്ട്രെങ്തും ഉണ്ട്. എല്ലാ വിഭാഗക്കാർക്കും ചില ഏരിയ വീക്കായിട്ടുള്ള ഭാഗമുണ്ട്.
ശരിയായ രീതിയിൽ സമൂഹത്തിനോട് പ്രതിബദ്ധതയുള്ള ആൾക്കാർ ചെയ്യേണ്ടത് മറ്റുള്ള വിഭാഗക്കാരുടെയും കൂടെ എന്തെങ്കിലും പോസിറ്റീവായിട്ട് എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, ഉൾപ്പെടുത്താൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനെയും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ആൾക്കാർക്ക് ഏറ്റവും കുറഞ്ഞ ചെലവിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ സാധിക്കുമെങ്കിൽ അതാണ് ശ്രമിക്കേണ്ടത്, അതാണ് ഈ രംഗത്ത് നിൽക്കുന്നവർ ചെയ്യേണ്ടത് എന്ന് പലപ്പോഴും തോന്നാറുണ്ട്. വളരെ ചുരുക്കം ചില ആൾക്കാർ മാത്രമാണ് അങ്ങനെ ഒരു സതുദ്ദേശത്തോടു കൂടി മറ്റുള്ള വിഭാഗക്കാർ പറയുന്നതിനകത്ത് എന്തെങ്കിലും ഉണ്ടോ, അല്ലെ അത് പഠിക്കാൻ ശ്രമിക്കുകയും അല്ലെ അതും കൂടെ പഠിച്ച ആൾക്കാർ ചെയ്യുമ്പോൾ വളരെ ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് പലപ്പോഴും കിട്ടുന്നതായിട്ട് നമുക്ക് കാണാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് സാധാരണക്കാരനാണ് അതുകൊണ്ട് നഷ്ടം വരുന്നത് പലപ്പോഴും. കാരണം ഏതെങ്കിലും വിഭാഗത്തിൻ്റെ കൂടെ കൂടിയെന്ന് മറുവിഭാഗത്തിനോട് സമരം ചെയ്യുന്ന സാധാരണ ആൾക്കാർ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത്, ഇതെല്ലാം യുദ്ധം ചെയ്യുന്നതിനിടെ ഏതെങ്കിലും ഒരു വിഭാഗത്തിന് മാത്രമേ റിസൾട്ടുള്ളൂ, അവർ പറയുന്നത് മാത്രമേ ശരിയുള്ളൂ, മറ്റുള്ളവരെല്ലാം പറയുന്നതിനകത്ത് എല്ലാം അശാസ്ത്രീയമാണ്, അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാർ ഒക്കെ മൊത്തം കാണിക്കുന്നതെല്ലാം മണ്ടത്തരങ്ങളാണ് അല്ലെങ്കിൽ വിവരമില്ലായ്മയാണ് എന്ന് വിശ്വസിച്ചാൽ പലപ്പോഴും നഷ്ടം സമൂഹത്തിന് തന്നെയായിരിക്കും എന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. അപ്പോൾ ഏറ്റവും നല്ലൊരു പ്രാക്ടീസായിട്ട് ഞാൻ വിശ്വസിക്കുന്നത് ഇൻ്റഗ്രേറ്റഡ് ട്രീറ്റ്മെൻ്റ് ആണ്. എല്ലാ വിഭാഗത്തിൻ്റെയും നല്ല വശങ്ങളുണ്ടെങ്കിൽ അതിനെ ഉൾപ്പെടുത്തിക്കൊണ്ട്, ഇപ്പോൾ ചില ആൾക്കാർ യോഗയെക്കുറിച്ച് ചില ആൾക്കാർ അത് തന്നെ മണ്ടത്തരാന്ന് വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഇന്ത്യൻ യോഗീസ്, ഇന്ത്യയിലെ സന്യാസിമാർ 100-150 വർഷം ആൾക്കാർ ജീവിച്ചിരുന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ഏതാണ് സമൂഹത്തിന് ഗുണം, ഏതാണ് സമൂഹത്തിന് ദോഷം എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് തീർച്ചയായിട്ടും നമ്മളിങ്ങനെയുള്ള ഇൻ്റഗ്രേറ്റഡ് ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ നമ്മുടെ ചാനലിൽ കൂടെ പരിചയപ്പെടും. കാരണം സമൂഹത്തിന് ഗുണകരമായിട്ട് ഉള്ള, പ്രത്യേകിച്ച് ഏറ്റവും മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യം, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നമ്മൾ എന്തെല്ലാം ഉണ്ടാക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതിനെല്ലാത്തിനേക്കാളും അതെല്ലാം തീർക്കാൻ ഒരു ദിവസം അല്ലെങ്കിൽ ഒരു അസുഖം മതി. അപ്പോൾ അതുകൊണ്ട് അതിന് സമൂഹത്തിന് ഗുണകരമായിട്ട് ജീവിക്കുന്ന നല്ല ഡോക്ടേഴ്സിനെയൊക്കെ നമ്മൾ ഇതിനകത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യാനൊക്കെ ഉദ്ദേശിക്കുന്നുണ്ട്. എനിക്കറിയാവുന്ന വളരെ വളരെ ചുരുക്കം ആൾക്കാർ, വിരലിലെണ്ണാവുന്ന ആൾക്കാരെ എനിക്കറിയാം. അങ്ങനെയുള്ള ആൾക്കാർ ഇത് സമൂഹ നന്മയ്ക്ക് വേണ്ടി കൂടെ ചെയ്യുന്ന ആൾക്കാരെ നമ്മുടെ ചാനലിൽ കൂടെ തീർച്ചയായിട്ടും നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ വിശ്വസിക്കുന്നത് നമ്മൾ ഇന്ത്യയും പാകിസ്ഥാനും ചൈനയുമായിട്ട് നിൽക്കാതെ, അല്ലെങ്കിൽ ക്രിസ്ത്യൻ മുസ്ലിം ഹിന്ദു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിഞ്ഞ് ജീവിക്കുന്നതിന് പകരം ഇതിലെല്ലാം ഉള്ള നന്മകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് സമൂഹത്തിന് ഗുണകരമായി ഏതെല്ലാം തരത്തിൽ എന്തെല്ലാം ചെയ്യാൻ പറ്റും എന്ന് ചിന്തിക്കുന്ന, പ്രവർത്തിക്കുന്ന ആൾക്കാരെയും കൂടെ നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിൽ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യും. തീർച്ചയായിട്ടും അത് എല്ലാ ആൾക്കാർക്കും സമൂഹത്തിന് ഗുണം കിട്ടുമെന്ന് ഉള്ള ഒരു വിശ്വാസം നമുക്കുണ്ട്. കാരണം നമ്മളൊരു ബിസിനസ് ചാനലാണ് എങ്കിലും നമ്മൾ സമൂഹത്തിന് ഗുണകരമായിട്ട് ചെയ്യുന്ന അതെല്ലാം എല്ലാ കാര്യങ്ങളും ഇതിൽ കൂടെ പ്രൊമോട്ട് ചെയ്യാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങളെ എല്ലാവർക്കും നല്ല നിർദ്ദേശങ്ങളും കാര്യങ്ങളും ഇതിൽ കൂടെ നമുക്ക് തരാൻ സാധിക്കും എന്ന് നമുക്കൊരു ഉറച്ച വിശ്വാസത്തോടെയാണ് നമ്മൾ തുടങ്ങുന്നത്. ഓക്കെ, താങ്ക് യു.